നമ്മുടെ ഈ ഒരു പാട്ട് എങ്ങനെയുണ്ട് ഇത്തവണത്തെ നമ്മുടെ ബോണത്താളുടെ പാട്ട് എങ്ങനെയുണ്ട്? ഏത് പാട്ട് ഇഷ്ടപ്പെട്ടു? അതിനാണ് തയ്യാറായിരിക്കുന്നത്. എന്തായാലും ദിവ്യ, കുട്ടികളൊക്കെ തന്നെ വലിയ ഒരു സന്തോഷത്തിലാണ്. അവർ ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിലേക്ക് കാണാം. ഇനിയും ഇവിടെ പുറകിലേക്ക് നിരവധിയായുണ്ട്. നമുക്ക് കുറച്ച് പേരിലൊന്ന് ഈ ഒരു ആവേശം തന്നെയാണ്. ഇത്തവണ എങ്ങനെ ഉഷാറാക്കും? തകർക്കും. വൈബാക്കാൻ തന്നെയാണ്. നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഒരു ബോണത്തലയിൽ പങ്കെടുക്കുമ്പോൾ എന്താ തോന്നാറ്? നമ്മള് പാപ്പമാരെ ഫീലിങ്സ് പിന്നെ ചോദിക്കാണ്ട. അടിപൊളിയല്ലേ? ഡാൻസ് സ്റ്റെപ്പൊക്കെ പഠിച്ചു കഴിഞ്ഞോ? ഫുള്ള് സെറ്റാ. നമ്മുടെ പിള്ളേരാ അല്ല, ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഫുള്ള് നമ്മുടെ പിള്ളേരാ. ആരെത്തവണ നിങ്ങളാണോ കപ്പടിക്കുക? ആര് കപ്പടിക്കും? ഫസ്റ്റ് സംശയമില്ല. ഒരു ചാൻസ് ഇല്ല. നമ്മൾ തന്നെ ചിലപ്പോ കപ്പടിക്കും. ചെറിയ സംശയം, ചിലപ്പോ കപ്പടിക്കും. കപ്പടിക്കണേക്കാളും നമ്മുടെ മാക്സിമം കൊടുക്കാന്നുള്ള സെറ്റ് പിള്ളേർ ഞങ്ങള്. അല്ല പിന്നെ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കഴിഞ്ഞിട്ട് വേറെ ആരുമില്ല. അല്ല പിന്നെ ആ ഒരു മടവട നഗറിലെ പിള്ളേരൊരു ആവേശമാണ് നമ്മൾ കണ്ടത്. അപ്പൊ അവര് റെഡിയാണ്. ഇവര് ഈ ഒരു സംഘം ഇവിടെ നിന്നും ഇത് നടക്കുന്ന സെന്റ് തോമസ് കോളേജിലേക്ക് നീങ്ങുകയാണ്. ഇതുപോലെ തന്നെ ഓരോ നഗരങ്ങളുടെയും ഇടവകളുടെയും വ്യത്യസ്ത ഇടവകളിൽ നിന്നുള്ള പാപ്പമാരെല്ലാവരും തന്നെ പോകുന്നു. അത് കുട്ടികളും വലിയവരും ചെറിയവരും അടക്കം നിരവധി പാപ്പമാരുണ്ട് എന്നുള്ളത് തന്നെയാണ് വലിയ ഒരു ആവേശം. നമുക്ക് അവരുടെ ആ ഒരു വാക്കുകളിൽ നിന്നും ഒക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വലിയ ആവേശമുണ്ട് ദിവ്യ.